മലപ്പുറം തിരൂരിൽ കാണാതായ കുഞ്ഞിനെ കൊന്നതെന്ന അമ്മയുടെ മൊഴി. 11 മാസം പ്രായമുള്ള ആൺകുഞ്ഞിനെയാണ് 3 മാസം മുൻപ് കാണാതായത്. സംഭവത്തിൽ തമിഴ്നാട് കൂടല്ലൂർ സ്വദേശിനി ശ്രീപ്രിയ, സുഹൃത്ത് ജയസൂര്യൻ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ജയസൂര്യനും അച്ഛനും കുഞ്ഞിനെ മർദ്ദിച്ച് കൊന്നതെന്നാണ് ശ്രീപ്രിയയുടെ മൊഴി. കുട്ടിയെ ഉപേക്ഷിച്ചത് തൃശ്ശൂരിലെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം തൃശ്ശൂരിലേക്ക് തിരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സോണൽ കൃഷ്ണ ചേർന്നുണ്ട്. സോണൽ, എപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്? നിലവിലെ ഈ ഒരു പ്രതികരണങ്ങളൊക്കെ വ്യക്തത ഉള്ളതാണോ? വിഷ്ണു, പ്രധാനമായി പറയേണ്ടത് കഴിഞ്ഞ 3 മാസമായിട്ട് ഈ യുവതി, അതായത് ശ്രീപ്രിയ എന്ന് പറയുന്ന ഈ കുട്ടിയുടെ അമ്മ തന്റെ ഭർത്താവിനെ വിട്ട് കാമുകനൊപ്പം കേരളത്തിലേക്ക് വന്നതാണ്. ഇവർ തമിഴ്നാട് സ്വദേശികളാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതേ തുടർന്ന് ബന്ധുവിനെ, അതായത് ബന്ധുക്കളെയും ഭർത്താവിനെയും ഉപേക്ഷിച്ച് കേരളത്തിലേക്ക് വരികയായിരുന്നു. ആദ്യം തൃശ്ശൂരായിരുന്നു താമസം. ഇതിനുശേഷം തിരൂരിലേക്ക് വന്നതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാൽ ഈ കുട്ടിയെ ഈ യുവതിയുടെ, ശ്രീപ്രിയയുടെ കാമുകൻ ജയസൂര്യനും അതുപോലെ തന്നെ ജയസൂര്യന്റെ പിതാവും ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തി എന്നാണ് ഇപ്പോൾ ഈ ശ്രീപ്രിയ പോലീസിന് നൽകിയ മൊഴിയിൽ നിന്ന് വ്യക്തമാക്കുന്നത്. പ്രധാനമായി പറയേണ്ടത്, ഈ ഒരു സംഭവം നടന്നിട്ട് ഇത്രയും ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ വിവരം പുറത്തു വരുന്നത്. അതായത് ശ്രീപ്രിയയുടെ സഹോദരി ഇതുമായി ബന്ധപ്പെട്ട വിവരം ലഭിച്ചതിനെ തുടർന്ന് ഇവരെ കാണാൻ വന്ന സമയത്താണ് കുട്ടിയെ കാണാനില്ല എന്നുള്ള വാർത്ത അറിയുന്നതിനെ തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിനും ശേഷമാണ് ഇത്തരം ഒരു കാര്യം, അതായത് ഈ കുട്ടിയെ കൊലപ്പെടുത്തിയതായിട്ടുള്ള മൊഴി ഈ ശ്രീപ്രിയ നൽകുന്നത്. തന്റെ ഭർത്താവും പിതാവും ചേർന്ന് മർദ്ദിച്ച് ഈ കുട്ടിയെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. 11 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞാണ് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം. ഈ കുട്ടിയുടെ കൊലപ്പെടുത്തിയതിനു ശേഷം ഭൗതികദേഹം തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഉപേക്ഷിച്ചു എന്നുള്ള കാര്യം കൂടി ഇതിനോടകം തന്നെ പുറത്തു വരുന്നുണ്ട്. ഈ സംഭവം അല്ലെങ്കിൽ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തിരൂരിൽ നിന്ന്, അതായത് മലപ്പുറം ജില്ലയിലെ തിരൂരിൽ നിന്ന് ഈ യുവതിയെയും കൂട്ടിയിട്ട് പോലീസ് സംഘം തൃശ്ശൂരിലേക്ക് തിരിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഈ സംഭവത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. എന്തൊക്കെയാണ് നടന്നത് എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ് ഈ യുവതിയും യുവാവും. വിഷ്ണു, യെസ്, വ്യക്തമാണ്. സോണലാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.